ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്റെ നിലപാട് എന്താന്ന് ചോദിച്ചു കുറച്ച് എന്റെ ഫ്രണ്ട്സുകൾ മെസ്സേജ് അയക്കുന്നുണ്ട്. കാരണം ഞങ്ങൾ രാഷ്ട്രീയപരമായിട്ട് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാഗ്വാദങ്ങൾ നടത്തുന്ന ആൾക്കാരാണ്. ആദ്യം നമുക്ക് ഇതൊന്ന് കേട്ടോക്കാം, എന്നിട്ട് എന്റെ അഭിപ്രായം ഞാൻ. കെ മുരളീധരനെ വിമർശിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. കെ മുരളീധരൻ പറഞ്ഞത് എന്താണ്? നിങ്ങൾ പൊതിച്ചോറ് കൊടുക്കുന്നതിലല്ല, ഈ ബോർഡ് വെച്ച് ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് വിതരണം എന്ന് പറയുന്ന മാർക്കറ്റിംഗ് നടത്തുന്നതിനെ പറ്റിയാണ് അദ്ദേഹം വിമർശിച്ചിട്ടുള്ളത്. എനിക്കിതിലെ വിരോധാഭാസം മനസ്സിലാകാത്തത്, ഇപ്പോൾ ഈ പ്രധാനമന്ത്രിയുടെ വീടുമായി ബന്ധപ്പെട്ട്, പ്രധാനമന്ത്രി ഫണ്ട് ചെയ്യുന്ന വീടുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ലോഗോ എന്തിന് വീടിന്റെ ഫ്രണ്ടിൽ വയ്ക്കണമെന്ന് ചോദിച്ച പാർട്ടിയുടെ പേര് CPM എന്നാണ്, CPI എന്നാണ്, DYFI എന്നാണ്, SFI എന്നാണ്. ഇവർ എന്തുകൊണ്ടാണ് ഇതിനെ വിമർശിച്ചത്? ഒരു മനുഷ്യന്റെ ആത്മാഭിമാനത്തിന്റെ പുറത്ത് ഒരു മുദ്ര പതിപ്പിക്കേണ്ട ആവശ്യം എന്തിനാണ് ഈ ജനാധിപത്യ സംവിധാനത്തിൽ ഉള്ളത് എന്നായിരുന്നു അവരുടെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിനോട് എനിക്ക് പൂർണ്ണമായി യോജിക്കാൻ കഴിയുന്നുണ്ട്. ഞാനിപ്പോൾ ഒരാൾക്ക് വീട് കൊടുക്കുന്നു, ചിലപ്പോൾ ഞാനുമായിട്ട് യോജിക്കില്ലായിരിക്കാം. ഇപ്പോ ആഷിഖ് പറയുന്ന അതിൽ തെറ്റില്ല എന്നായിരിക്കാം. പക്ഷെ ഒരാൾക്ക് ഞാൻ വീട് കൊടുക്കുന്നു, എന്റെ ഫോട്ടോ അല്ലെങ്കിൽ എന്റെ ഒരു ചെറിയൊരു പേരെങ്കിലും ആ വീടിന്റെ ഫ്രണ്ടിൽ വയ്ക്കുമ്പോൾ ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഞാൻ ഒരാളുടെ ഔദാര്യത്തിൽ താമസിക്കുകയാണോ എന്നുള്ളൊരു തോട്ട് ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ഞാനൊരു ഇടതുപക്ഷ അനുഭാവി ആയതുകൊണ്ട് മാത്രമല്ല. അപ്പോൾ ഇതേ വ്യക്തികൾ എങ്ങനെയാണ് ഈ പറഞ്ഞ ബോർഡ് വെച്ച് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് വിതരണം എന്നുള്ള മാർക്കറ്റിംഗ് നടത്തി ഇതിനെ വലിയൊരു ക്യാമ്പയിൻ ആക്കി മാറ്റിക്കൊണ്ട് കൊടുക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇതിനെയാണ് നമ്മൾ പച്ച മലയാളത്തിൽ ഇരട്ടത്താക്കുന്നത്. ഇത്രമാത്രം പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലായെന്ന് എനിക്കറിയില്ല. പിന്നെ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെട്ടെന്നൊരു ദിവസം മന്ത്രിമാരൊക്കെ വന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ പറയുമ്പോൾ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയതിന് ശേഷം മാത്രം അത് അവസാനിപ്പിക്കുക. പിന്നെ മന്ത്രി പറഞ്ഞു ഡിവൈഎഫ്ഐയുടെ എന്നല്ല ഒരു പാർട്ടിയും കൊടിതോരണങ്ങളില്ലാതെ നിങ്ങൾക്ക് അവിടെ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഡിവൈഎഫ്ഐക്കാരെ നിങ്ങൾക്ക് അതിന്റെ ലേബലിന്റെ ഒരു ആവശ്യമില്ല. നിങ്ങൾ 8-9 വർഷമായിട്ട് അത് ചെയ്യേണ്ടത് ഇവിടുത്തെ എല്ലാവർക്കും, കുട്ടികൾക്ക് വരെ അറിയുന്ന കാര്യമാണ്. പിന്നെ നിങ്ങൾ അതിന് വാശി പിടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ മന്ത്രിമാര് ചെയ്യാനുള്ളത്, ഇതിവിടെ 8-9 വർഷമായിട്ട് അന്നെന്ന് പറയണത് അത് കിട്ടാത്തവർക്ക് അത് നല്ലപോലെ അറിയാം. ഒരു നേരത്തെ പൊതിച്ചോറ് എന്ന് പറഞ്ഞാൽ 50 രൂപ 70 രൂപയും കൊടുത്ത് വാങ്ങാനുള്ള ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അതിനുള്ള സൗകര്യങ്ങളെങ്കിലും അവരെ ഒരുക്കി കൊടുക്കണം. അതല്ലാതെ പെട്ടെന്ന് വന്നൊരു ദിവസം ഇങ്ങനത്തെ തീരുമാനങ്ങൾ പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. അത് നമ്മൾ അറിഞ്ഞതാണ്. വൈറ്റ് ഗാർഡുകൾ വയനാട് ദുരന്തത്തിൽ ഫുഡ് കൊടുക്കുമ്പോൾ പിണറായി വന്നിട്ട് പറഞ്ഞില്ലേ അത് നിർത്തലാക്കാൻ വേണ്ടിയിട്ട്. എന്തിന്റെ പേരിലാണ് എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് വർത്താനം പറയാം. കാരണം അത്തരത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു കാര്യവും നടക്കൂല. എന്തായാലും ഒന്നേ പറയാനുള്ളൂ, ഇത്തരത്തിലുള്ള പരിപാടികൾ നിർത്തി വെക്കേണ്ടതല്ല, അത് മുന്നോട്ട് പോകേണ്ടത് തന്നെയാണ്.